കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ അവരെ വഴിക്ക് വിടണം. അല്ലെങ്കിൽ ഒരു കപ്പിൾസ് അവരെന്ത് തീരുമാനം എടുക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ മകൾ എന്ത് ചെയ്യുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം, എൻ്റെ മകൻ വൈഫ് മൊത്തം എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായങ്ങൾ വരലും അവരെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പൂർണ്ണമായി വാദിച്ച് അവരുടേതായ ശരികൾ അതിലേക്കിട്ട് ആ ഒരു കുടുംബബന്ധത്തെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന കുറേ പാരൻസ് ഉണ്ട്. അവരൊരു പുതിയ ലൈഫ് തുടങ്ങിയതാണ്, ആളുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ടാളുകൾ വന്ന് അവരൊരുമിച്ച് ജീവിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അവരതിനനുസരിച്ചിട്ടായിരിക്കും ഒരു തീരുമാനം എടുക്കുക. സ്വന്തം പാർട്ട്ണറുടെ അഭിപ്രായം കൂടെ എടുത്തിട്ടായിരിക്കും അവരൊരു തീരുമാനം എടുക്കുക. പക്ഷേ എക്സ്റ്റേണലി ഒരാൾ വരുമ്പം അവരൊരു മദർലി ഫീലിലായിരിക്കും അവിടെ തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫാദർലി ഫീലിലായിരിക്കും. പക്ഷേ കപ്പിൾസിൻ്റെ ഇടയിൽ അവരെ പാർട്ട്ണറുടെ കൺസിഡറേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. പലപ്പോഴും പുറത്ത് പോകുമ്പോൾ അതിനെ തടയുന്നവരുണ്ട്. എന്തിനാ എപ്പോഴും പുറത്ത് പോകുന്ന ഇവിടെ നിന്നാൽ പോരെ എന്ന് പറയുന്ന പാരൻസ് ഉണ്ടാവും. അതുപോലെ അവർ ഒരുമിച്ചിരുന്ന് ചിലവഴിക്കുന്ന സമയം കാണുമ്പോൾ നീ എന്താണ് അങ്ങനെ എപ്പോഴും അവളെ മൂട്ട് നടക്കുന്നതെന്നൊക്കെ പറയുന്ന പല അമ്മമാരുണ്ട്, ആൺമക്കളോട് പ്രത്യേകിച്ചും. അപ്പോൾ ആ രീതിയിൽ അവരുടെ പ്രൈവസിയിൽ ഒരുപാട് ഇടപെട്ട് അവർ നല്ല ബോണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ആ സമയത്ത് അവർക്കിടയിൽ ഒരു വെറുപ്പ് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. ചില ആൺകുട്ടികളൊക്കെ ഇത് മനസ്സിലാക്കും, ഓക്കെ അവരിടപെടുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അവർ നൈസായിട്ട് അതുപോലെ ഡീൽ ചെയ്യും. അങ്ങനെയാകുമ്പം ആ കുടുംബം നല്ല രീതിയിൽ പോകും. പക്ഷേ ഇത് അമ്മയാണ് ബെറ്റർ, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി, എൻ്റെ പാർട്ട്ണർ പറയുന്നത് ശരിയല്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ആൾക്ക് ആ പാർട്ട്ണറോടാവും ദേഷ്യം. അവിടെ പാർട്ട്ണറുടെ അടുത്ത് ഒരു തെറ്റും ഉണ്ടാവില്ല, പക്ഷേ ഇവരുടെ ഇടപെടൽ അവർക്കിടയിൽ ഉണ്ടാക്കുന്ന അസ്വാരസ്യങ്ങളാണ് ഈ രീതിയിലേക്കായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡ് വേണം. ഓക്കെ, എൻ്റെ പാരൻ്റ് ഇതിൽ ഇടപെടണോ വേണ്ടേ എന്നുള്ളത്. ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒരു മകനായാലും ഒരു മകളായാലും അവിടെ കാണിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കും എന്നും അവരുടെ അടുത്ത് പറയണം. കാരണം നമ്മൾ അവരെ പിന്തള്ളുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ നമ്മുടെ ലൈഫിൽ വേണ്ട എന്നുള്ളതല്ല പറയുന്നത്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം കയറി ഇടപെട്ടാൽ മതി എന്നുള്ള ഒരു ബൗണ്ടറിയാണ് നമ്മൾ അവർക്ക് വേണ്ടി അവിടെ വെക്കുന്നത്.